രാഷ്ട്രീയത്തെയും പാർലമെന്റിനെയും ഒരുപോലെ പിടിച്ചുകുലുക്കിയ രാഹുൽ ഗാന്ധിയുടെ നിർണായകമായ പ്രസംഗവും അതിനെ തുടർന്നുണ്ടായ ഭരണ പ്രതിപക്ഷ പോരാട്ടങ്ങളെയും കുറിച്ചാണ്. രാജ്യത്തിന്റെ ഭാവിയിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗവും തുടർന്ന് സഭയിലുണ്ടായ നാടകീയ രംഗങ്ങളുമാണ് വാർത്തകളിൽ നിറയുന്നത്. രാജ്യത്തിന്റെ തെരുവുകളിൽ അലയടിച്ച യുവശക്തിയുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും ബഹുമാനിക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. അമിത്ഷാ പാർലമെന്റിലെത്താൻ ഭയപ്പെടുന്നുവെന്ന ഗുരുതരമായ ആരോപണവും പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ ഇതിനേക്കാൾ അധികം രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിവെച്ചത് വിദ്യാർത്ഥി പ്രതിനിധികളുമായി താൻ നടത്തിയ സംഭാഷണത്തെക്കുറിച്ചുള്ള പരാമർശവും അതിനിടയിൽ കടന്നുവന്ന ഇഡിയറ്റ് എന്ന വാക്കുമാണ്. വിദ്യാഭ്യാസ മേഖലയുടെ ആത്മാവ് RSS കവരുകയാണെന്നും പരീക്ഷകൾ അട്ടിമറിക്കപ്പെടുന്നുവെന്നും ആരോപിച്ച രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തിന്റെ കടുത്ത എതിർപ്പുകളെയാണ് അഭിമുഖീകരിച്ചത്. പാർലമെന്റിൽ സംസാരിക്കവേ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ ഘടന തകരുകയാണെന്ന ഗൗരവമേറിയ മുന്നറിയിപ്പാണ് രാഹുൽ ഗാന്ധി നൽകിയത്. രാജ്യത്തിന്റെ ഭാവിയിൽ തനിക്ക് കടുത്ത ആശങ്കയുണ്ടെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം തെരുവിൽ കണ്ട യുവശക്തിയുടെ കരുത്തിനെ കുറച്ചു കാണരുതെന്ന് ഭരണപക്ഷത്തോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തിന്റെ ഭാവിയിൽ ആശങ്കയുണ്ട്. തെരുവിൽ കണ്ട യുവാക്കളുടെ ശക്തിയെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബഹുമാനിക്കണം. ഇക്കാര്യം ഞാൻ BJPയോടും അഭ്യർത്ഥിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. രാജ്യത്തെ യുവതലമുറ അനുഭവിച്ചു തീർക്കുന്ന വർത്തമാനകാലത്തെ യാഥാർത്ഥ്യങ്ങൾ സർക്കാരുകൾ കാണാതെ പോകരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയും രൂക്ഷമായ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. അമിത്ഷാ പാർലമെന്റിലെത്താൻ ഭയപ്പെടുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞത് സഭയിൽ വലിയ ഒച്ചപ്പാടുകൾക്ക് തിരികൊളുത്തി. ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്ന് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവെങ്കിലും താൻ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന രീതിയിലുള്ള സമീപനമാണ് രാഹുൽ സ്വീകരിച്ചത്. പ്രസംഗത്തിന്റെ സിംഹഭാഗവും ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചായിരുന്നു. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ ആത്മാവിനെ RSS കവർന്നെടുക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. രാജ്യത്തെ എല്ലാ പ്രധാന സർവകലാശാലകളുടെയും തലപ്പത്ത് RSSകാരെ കുത്തി നിറച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമല്ല പരീക്ഷാ സംവിധാനങ്ങളിലും വലിയ തോതിലുള്ള അട്ടിമറികളാണ് നടക്കുന്നതെന്ന് രാഹുൽ ആരോപിച്ചു. ഇന്ന് പരീക്ഷകൾ നടത്തുന്നതും നിരീക്ഷിക്കുന്നതും സ്വകാര്യ കമ്പനികളാണ്. സ്വകാര്യ മേഖലയിലേക്ക് RSS കടന്നുവരികയും എല്ലാം തങ്ങളുടെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രിയല്ല, മറിച്ച് RSS ആണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തെ നിയന്ത്രിച്ചിരുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു. വിദ്യാർത്ഥികളോട് സ്വതന്ത്രമായ ചിന്താഗതിക്ക് പകരം തങ്ങളുടെ ഭക്തരാകാനാണ് RSS ആവശ്യപ്പെടുന്നത്. ഇതിലൂടെ വിദ്യാർത്ഥികളുടെ ലക്ഷക്കണക്കിന് രൂപയാണ് അവർ കവർന്നെടുത്തതെന്നും രാഹുൽ ഗാന്ധി സഭയെ അറിയിച്ചു. വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും കച്ചവടവൽക്കരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും പ്രതിപക്ഷത്തിന്റെ ദീർഘകാലമായുള്ള ആരോപണത്തെ ശരിവെക്കുന്നതായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി സമരങ്ങളെയും രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ പ്രത്യേകമായി പരാമർശിച്ചു. ആ സമരത്തിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആ പ്രതിഷേധം വ്യവസ്ഥയോടുള്ള വിദ്യാർത്ഥികളുടെ വികാരമായിരുന്നു. ആ പ്രതിഷേധം വളരെ ആവേശകരമായിരുന്നു. അതിൽ ഞാനും ആവേശഭരിതനായി എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. വിദ്യാർത്ഥികൾ നേരിടുന്ന അവഗണനകൾക്കെതിരെയുള്ള ആത്മരോഷമാണ് സമരങ്ങളിൽ പ്രകടമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധി ഇഡിയറ്റ് എന്ന വാക്ക് ഉച്ചരിച്ചതിന് പിന്നാലെ ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള ബഹളവും പ്രതിഷേധവും ഉയർന്നു. പാർലമെന്റിൽ അംഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള നിലവാരമില്ലാത്ത പരാമർശമാണിതെന്ന് ഭരണപക്ഷം ആരോപിച്ചു. എന്നാൽ താൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ലെന്നും ഒരു കുട്ടിയുടെ വികാരം മാത്രമാണ് സഭയിൽ പങ്കുവച്ചതെന്നും രാഹുൽ ഗാന്ധി മറുപടി നൽകി. ഇതിനിടയിൽ ഇടപെട്ട ലോക്സഭാ സ്പീക്കർ പാർലമെന്റിലാണ് സംസാരിക്കുന്നത് എന്ന ബോധം വേണമെന്ന് രാഹുൽ ഗാന്ധിയെ ഓർമ്മിപ്പിച്ചു. താൻ ആരെയും വിഡ്ഢിയെന്ന് വിളിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ രാഹുൽ ഗാന്ധി ചില ഇഡിയറ്റുകൾ ദൈവമാണെന്ന് കരുതുന്നു, ഇതെല്ലാം അവരുടെ സൃഷ്ടിയാണെന്ന് വരുത്തി തീർക്കുന്നുവെന്ന് കൂട്ടിച്ചേർത്തു. സഭയിൽ ബഹളം വെച്ചുകൊണ്ടിരുന്ന ഭരണപക്ഷത്തോട് നിങ്ങളെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് രാഹുൽ വ്യക്തമാക്കാൻ ശ്രമിച്ചെങ്കിലും ഭരണപക്ഷത്തിന്റെ പ്രതിഷേധം അടങ്ങിയിരുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. വിദ്യാർത്ഥികളുടെ പേരിൽ രാഹുൽ മര്യാദഘട്ട വർത്താനമാണ് പറയുന്നതെന്ന് കിരൺ റിജിജു കുറ്റപ്പെടുത്തി. സഭയുടെ അന്തസ്സിന് നിരക്കാത്ത ഇത്തരം പരാമർശങ്ങൾ രേഖകളിൽ നിന്നും മാറ്റണമെന്നും അദ്ദേഹം സ്പീക്കറോട് ആവശ്യപ്പെട്ടു. പ്രസംഗത്തെ തടസ്സപ്പെടുത്തുകയല്ലെന്നും മറിച്ച് പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി മര്യാദയുള്ള ഭാഷ ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തതെന്നും റിജിജു വിശദമാക്കി. താങ്കളാണ് പ്രതിപക്ഷ നേതാവ് എന്നത് ഓർക്കണമെന്നും അദ്ദേഹം രാഹുലിനെ ഓർമ്മിപ്പിച്ചു. ഇഡിയറ്റ് എന്ന വാക്ക് ഏതെങ്കിലും അംഗത്തിനെതിരെ ഉപയോഗിക്കുന്നത് തെറ്റാണെന്നും റിജിജു വാദിച്ചു. തുടർന്ന് സംസാരിച്ച രാഹുൽ ഗാന്ധി താൻ വാ തുറന്നാൽ ഭരണപക്ഷം ബഹളം തുടങ്ങുമെന്ന് പരിഹസിച്ചു. എന്നാൽ താൻ ആരെയും നേരിട്ട് വിളിച്ചിട്ടില്ലെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഒടുവിൽ സഭയിൽ ഭരണപ്രതിപക്ഷ ബഹളം രൂക്ഷമായ സാഹചര്യത്തിൽ ഇടപെട്ട സ്പീക്കർ നിലവാരമില്ലാത്ത പ്രയോഗങ്ങൾ സഭാരേഖകളിൽ നിന്ന് ഒഴിവാക്കാമെന്ന് അറിയിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം
രാഷ്ട്രീയവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്ന് ഉറപ്പാണ്. ഒരു വിദ്യാർത്ഥിനിയുടെ വാക്കുകൾ ഉദ്ധരിച്ചതിനെ ചൊല്ലി സഭയിലുണ്ടായ വാക്പോരുകൾ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോര് എത്രത്തോളം തീവ്രമാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കി തരുന്നു. രാജ്യത്തെ യുവത്വത്തിന്റെയും വിദ്യാർത്ഥികളുടെയും പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമങ്ങളെ ഭരണപക്ഷം അതിരൂക്ഷമായി എതിർക്കുമ്പോൾ സഭയുടെ മര്യാദകളെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളും ശക്തമാവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗം വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും വലിയ ചർച്ചാ വിഷയമായി മാറുമെന്നതിൽ സംശയമില്ല.